ദിവസമായി നമ്മുടെ നാടാകെ വേദനയോടെയും ദുഃഖത്തോടെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ആ മോളുടെ വേർപാട്. 10 മാസക്കാലം മാത്രം പ്രായമേ ഉള്ളെങ്കിലും ആ വേർപാട് ദുഃഖകരവും വേദനാജനകവുമാകുമ്പോൾ ആ മാതാപിതാക്കൾ സ്വീകരിച്ച ഒരു നിലപാട് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ സംഭവമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു വിശ്വമാനവീയയുടെ സന്ദേശമാണ് അവരുടെ ഉന്നതമായ തീരുമാനത്തിൽ കൂടി ലോകത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നത്. ബ്രെയിൻ ഡെത്തായെന്ന് അമൃത മെഡിക്കൽ കോളേജിൽ നിന്നറിഞ്ഞപ്പോൾ തന്നെ മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കൂടി ആലോചിച്ച് ആ കുട്ടിയുടെ അവയവങ്ങൾ മറ്റു കുട്ടികൾക്ക് പ്രദാനം ചെയ്യാൻ തയ്യാറാണ് എന്നറിയിച്ചപ്പോൾ ആ രക്ഷകർത്താക്കൾ അവരുടെ വേദന കടിച്ചമർത്തുമ്പോഴും മറ്റുള്ളവരെ സംരക്ഷിക്കാനും ജീവൻ രക്ഷിക്കാനും കാണിച്ച ആ മനോഭാവം എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. സംസ്ഥാന ഗവൺമെൻറ് ആ രക്ഷകർത്താക്കളുടെ ആ തീരുമാനത്തെയും മോളുടെ വേർപാട് വേദനാജനകമായി തന്നെ കാണുമ്പോൾ തന്നെ ആ രക്ഷകർത്താക്കളുടെ തീരുമാനത്തെ ഏറ്റവും ആദരവോടുകൂടി കണ്ട് ഈ മോളുടെ ശവസംസ്കാരം ഉൾപ്പെടെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നാളെ സ്ഥലത്തെത്തുകയും ചെയ്യും. ഈ സംഭവം നമ്മുടെ നാടിനെ ഏറെ വേദനിപ്പിച്ചതും ദുഃഖകരമാക്കുമ്പോഴും ഈ മാതൃക ഉദാത്തമാണ്, ചരിത്രത്തിൽ രേഖപ്പെടുന്നതാണ്, ഒരു വിശ്വമാനവയുടെ സന്ദേശമാണ് എന്നെടുത്ത് സൂചിപ്പിക്കുകയാണ്. അത് രക്ഷാകർത്താക്കളോട് ഞങ്ങളിപ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. ശവസംസ്കാര ചടങ്ങ് ഔദ്യോഗിക ബഹുമതിയോടുകൂടി ഇപ്പോൾ നടക്കുകയും ചെയ്യും. അതിനുള്ള ക്രമീകരണങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യും. മറ്റു കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹവും ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തും. മറ്റൊരു കാര്യം കൂടി ചോദിക്കാം. അവിടെ ഇതുമായി ബന്ധപ്പെട്ടാണ് ചെയ്യും, മറ്റു കാര്യങ്ങൾ